ഹലോ ഡിയേഴ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു PSC അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. കമ്പനി അഥവാ ബോർഡ് അസിസ്റ്റൻറ്റ് 123 പോസ്റ്റുകളിലൂടെ ഒഴിവ് കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇതോടുകൂടി നിയമന ശുപാർശ 2000 കടക്കുന്നു. നമുക്കൊന്ന് നോക്കാം. കമ്പനി അഥവാ കോർപ്പറേഷൻ ബോർഡ് തസ്തിക 123 ഒഴിവ് കൂടി PSC റിപ്പോർട്ട് ചെയ്തു. ജനുവരി 27-ന് KSFE-യിൽ നിന്ന് ആണ് ഇത്രയും ഒഴിവ് റിപ്പോർട്ട് ചെയ്തത്. ഈ ഒഴിവുകളിൽ PSC ഉടൻ നിയമന ശുപാർശ നൽകും. ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഇതുവരെ 1951 പേർക്കായിരുന്നു നിയമന ശുപാർശ നൽകിയത്. 123 ഒഴിവ് കൂടി ശുപാർശ നൽകുന്നതോടെ ആകെ നിയമന ശുപാർശ 2074 ആകും. നിലവിലെ നിയമന നിലയൊക്കെ പറയുന്നുണ്ട്. ഓപ്പൺ മെറിറ്റ് 1607, SC സപ്ലിമെൻ്ററി 87, ST സപ്ലിമെൻ്ററി 38, മുസ്ലിം 2552, LC സപ്ലിമെൻ്ററി 18, OBC 1579, വിശ്വകർമ്മ 1829, SIUC നാടാർ 2441, SC ST സപ്ലിമെൻ്ററി 8, ധീവര 1873, ഹിന്ദു നാടാർ 3665, ഭിന്നശേഷി. അങ്ങനെ ടോട്ടൽ എത്രയായി? 2000-ൽ മേലെ കടക്കുന്നു എന്നാണ്. നിലവിലുള്ള റാങ്ക് ലിസ്റ്റുകാർക്ക് ഏറ്റവും നല്ലൊരു അവസരമായിരുന്നു ഇത്. അടുത്തത് കമ്പനി ബോർഡ് LGS 40 ഒഴിവ് കൂടി റിപ്പോർട്ട് ചെയ്യുന്നു. അതോടെ കമ്പനി അഥവാ കോർപ്പറേഷൻ ബോർഡ് ലാസ്റ്റ് ഗ്രേഡ് സർവൻ തസ്തികയുടെ 40 ഒഴിവുകൾ PSC റിപ്പോർട്ട് ചെയ്തു. ബെവ്കോ, KSFE, ചുമട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, വാട്ടർ അതോറിറ്റി, ടോഡി വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ്, ഹൗസിംഗ് ബോർഡ് എന്നീ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നാണ് ഇത്രയും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തത്. ഏറ്റവും കൂടുതൽ ഒഴിവുകൾ ബെവ്കോയിൽ നിന്ന് 22, കുറവ് വാട്ടർ അതോറിറ്റി, ഹൗസിംഗ് ബോർഡ് എന്നിവിടങ്ങളിൽ നിന്നുമാണ് 1 വീതം. അങ്ങനെ റിപ്പോർട്ട് ചെയ്തെല്ലാം കാണിക്കുന്നുണ്ട്. സ്ഥാപനവും ഒഴിവുകളും ഇതിൽ നോക്കിയാൽ അറിയാം. ആകെ 40 ഒഴിവ് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ നിയമന ശുപാർശ 2612. കമ്പനി കോർപ്പറേഷൻ ബോർഡ് ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് 2572 പേർക്കായിരുന്നു നിയമന ശുപാർശ ലഭിച്ചിരുന്നത്. അപ്പം റിപ്പോർട്ട് ചെയ്ത 40 കൂടെ കൂട്ടി ഇനി 2612. അതിലെ നിയമന നിലകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അടുത്ത വട്ടം വരുന്ന റാങ്ക് ലിസ്റ്റിൽ നിങ്ങളും ഇതിൽ ഇങ്ങനെ ഉൾപ്പെടണം. ഇതിൽ ഉൾപ്പെട്ടവർ മിക്കവാറും നിങ്ങൾക്ക് എന്താണ് അഡ്വൈസ് കിട്ടാനുള്ള നല്ലൊരു പോസിബിലിറ്റി ഉള്ള റാങ്ക് ലിസ്റ്റാണ്. കാരണം ഇതിലുള്ളവരെല്ലാവരും LD, LGS അങ്ങനെയുള്ള റാങ്ക് ലിസ്റ്റിലുള്ളവരാണ്. സോ മാക്സിമം ഡിലീഷൻസ് ഒക്കെ കിട്ടും. അപ്പോൾ ഇത് മാക്സിമം ഇതൊരു അവസരമായിട്ട് കണക്കാക്കുക. എന്നിട്ട് എൻ്റെ ഇതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പഠിക്കാം, മുന്നേറാം.